9:30 മണി മുതൽ ഈ സമയം 5 മണിവരെ നമ്മൾ കാണുന്നൊരു കാഴ്ച സ്കൂൾ അധികൃതരും KSEBയും ഒക്കെ പരസ്പരം പഴിചാരുന്നതാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം മിഥുന്റെ വീട്ടിൽ നിന്ന് ശ്രീരാജ് ബാബുവും കൊല്ലത്ത് നിന്ന് ഷമീറും ചേരുന്നു. ആദ്യം ശ്രീരാജിലേക്ക് പോകാം. ശ്രീരാജ്, ഇപ്പോൾ ആ വീട്ടിലെ അന്തരീക്ഷം നമ്മൾ ആ സമയം മുതൽ തന്നെ കാണുന്നുണ്ട്. അത്രമേൽ സങ്കടകരമാണ് അവിടുത്തെ കാഴ്ചകൾ ഓരോന്നും. ആ മുത്തശ്ശിക്ക് ഒന്ന് ഉറക്കെ കരയാൻ പോലും കഴിയുന്നില്ല. അത്രമേൽ അവരൊക്കെ അവശരാണ് ഈ വിഷയം അറിഞ്ഞ്, ഈ ഒരു വാർത്തയറിഞ്ഞ്. ഇപ്പോൾ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്ന് മനസ്സിലാകുന്നു. എന്താണ് ഇപ്പോൾ വീട്ടിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ? കൂടുതൽ പേർ അവിടേക്ക് എത്തുന്നുണ്ടോ? ബന്ധുക്കളൊക്കെ എത്തുന്നുണ്ടോ? കുഞ്ഞിൻ്റെ അമ്മ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ചെയ്തു. നിരവധി ആളുകൾ, നാട്ടുകാർ, ബന്ധുക്കളടക്കം നിരവധി ആളുകൾ മിഥുൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപ് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഇവിടേക്ക് എത്തിയിരുന്നു. കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ നിലവിൽ എംബസി മുഖേന ഈ അമ്മയെ വിവരം അറിയിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അമ്മ നിലവിൽ കുവൈറ്റിൽ നിന്നും 2 മാസത്തേക്ക് തുർക്കിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അറിയിക്കാൻ സാങ്കേതികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ട്. നമുക്ക് ഈ ഡോക്യുമെന്റ്സ് എല്ലാം അവർ 7:30 കൂടി തരാമെന്ന് പറയാം. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് എളുപ്പമായി. പിന്നെ നമുക്ക് ഇന്ത്യൻ എംബസിയിൽ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയോട് സംസാരിച്ച് അംബാസഡറോട് സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവർ എവിടെയാണോ ഉള്ളത്, ആ തുർക്കിയിൽ ആണോ എവിടെയാണോ ഉള്ളത്, സ്പോൺസറോട് പറഞ്ഞ് അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വിളിപ്പിച്ച് എംബസിയിൽ കൊണ്ടുവരിക. എംബസിയിൽ ഷെൽട്ടറുണ്ട്, അവിടെ കൊണ്ടുവരിക. എന്നിട്ട് അവർക്ക് ടിക്കറ്റും മറ്റു വരാനുള്ള സൗകര്യങ്ങളെല്ലാം എംബസിയും ആ സ്പോൺസറുമായിട്ട് ചേർന്ന് ചെയ്യുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് അവരെ നാട്ടിലെത്തിക്കുക. ഈ ഒരു സ്പോൺസർ ബുദ്ധിമുട്ടല്ല, ഇവരുടെ കയ്യിൽ ഡോക്യുമെൻ്റ് ഇല്ല, സ്പോൺസർ അഡ്രസ്സ് ഇല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ പാസ്പോർട്ടും ഇല്ല. പാസ്പോർട്ട് ഏതോ പഴയൊരു ഫോണിലാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത്. ആ ഫോൺ നഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവരെ കൂടെ വർക്ക് ചെയ്ത ഒരു സ്ത്രീയാണ് ഇപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടത്, നിഷാന. അപ്പോൾ അവർ നാട്ടിലാണ് ഉള്ളത്. അവരിപ്പോൾ നാട്ടിലാണ് ഉള്ളത്. അവർ പറഞ്ഞ 7:30 കുവൈറ്റ്, ഇന്ത്യൻ സമയം 7:30 കുവൈറ്റിലെ ഓഫീസ് തുറക്കും. ആ ഓഫീസ് തുറന്നാൽ അവിടെ സ്റ്റാഫുണ്ട്. അവരുടെ കയ്യിൽ ഈ സ്പോൺസർ അഡ്രസ്സും ഈ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഉണ്ട്. അത് 7:30 കൂടി നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ കുവൈറ്റ് എംബസിയുമായിട്ട് സംസാരിച്ച് ഡീറ്റെയിൽസ് അവർക്ക് മെയിൽ ചെയ്ത് കൊടുത്ത് എത്രയും പെട്ടെന്ന് എംബസി മുഖാന്തരം സ്പോൺസറുമായി സംസാരിച്ച് നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാം. എന്തായാലും സേതു, അങ്ങനെയാണ് വേഗത്തിൽ, എത്രയും വേഗം ഈ എംബസിയുമായി ബന്ധപ്പെട്ട് സുജയ്ക്ക്, മിഥുൻ്റെ അമ്മ സുജയ്ക്ക് തിരികെ നാട്ടിലേക്ക് എത്താനുള്ള നടപടികൾ ചെയ്യുമെന്നാണ് കൊടിക്കുന്നിൽ സുരേഷ് എം പി പറഞ്ഞത്. അല്പസമയം മുൻപായിരുന്നു അദ്ദേഹം മിഥുൻ്റെ വീട്ടിൽ എത്തിയത്. കുടുംബാംഗങ്ങളെ കണ്ടു, മുത്തശ്ശിയെ കണ്ടു. ശേഷം തൊട്ടടുത്ത വീട്ടിലാണ് മിഥുൻ്റെ അച്ഛനുണ്ടായിരുന്നത്. അച്ഛനോട് വന്ന് സംസാരിച്ചു. ഈ സുജയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചു. എന്തായാലും വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം തന്നെയാണ് നിലവിൽ വീട്ടിലുള്ളത്. മിഥുൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും അടക്കം നിരവധി ആളുകൾ ഈ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ സമാന്തരമായി സ്കൂളിന് മുന്നിൽ, തേവലക്കര സ്കൂളിന് മുന്നിൽ വലിയ പ്രതിഷേധവും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അല്പസമയം മുൻപ് ഈ സുജയുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ബന്ധു വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. നമ്മളോട് അവർ സംസാരിച്ചു. 2 മാസത്തേക്കാണ്. ഷമീർ കൂടി ചേർന്നുണ്ട് കൊല്ലത്ത് നിന്ന്. ഷമീർ, ഇപ്പോ ഈ നമ്മൾ മിഥുന്റെ വീട്ടിലെ സാഹചര്യം കണ്ടു. അവിടെ കൊടിക്കുന്നിൽ സുരേഷ് എം പി അടക്കം എത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. വീട്ടുകാരുടെ ദുഃഖം കാണുന്നു. അതിനും അപ്പുറം ഷമീർ, ഇപ്പോൾ ഈ ദേശീയ ദുരന്ത നിവാരണ നയത്തിന്റെ ഭാഗമായിട്ട് ഈ സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് 2019 തന്നെ ഡിക്ലെയർ ചെയ്താൽ മുൻവിധിയോടെ അന്വേഷണം എന്ന് പറയും. അങ്ങനെ ആരോപണം ഉണ്ടാകാൻ പാടില്ല. പോലീസ് കറക്റ്റായിട്ട് അന്വേഷണം നടത്തും ഈ കേസിലേക്ക്. അത് അന്വേഷിക്കുന്നുണ്ട്. ശാസ്ത്രങ്ങളുടെ ഡിവൈസ് നേതൃത്വത്തിൽ അന്വേഷണം നടത്തുന്നുണ്ട്. അങ്ങനെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇൻക്വസ്റ്റും എല്ലാം നടത്തി സ്പെഷ്യൽ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് അന്വേഷണം നടത്തും. ഡിവൈസ് നേതൃത്വത്തിൽ അന്വേഷണം. കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ നാളെ കോടതിയിൽ ഡിഫൻസ് ആയിട്ട് വരും. പ്രാഥമിക പരിശോധനയിൽ എന്താണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഷമീറുണ്ട് വിവരങ്ങളുമായി. ഷമീർ, പറയും, ഇപ്പോൾ ഉദ്യോഗസ്ഥൻ എന്താണ് പറഞ്ഞത്? അതായത് സേതുലക്ഷ്മി, പ്രാഥമികമായി പോലീസ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി സാബു മാത്യു ആണ് സംസാരിച്ചത്. അദ്ദേഹം ഈ സംഭവം നടന്ന സ്ഥലം പരിശോധിക്കുകയായിരുന്നു. ഇപ്പോൾ അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടമാണ്. അവിടെ ആ സ്ഥലം പരിശോധിക്കുകയും നിലവിലൊരു FIR പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം കൂടുതൽ നടത്തേണ്ടതുണ്ട്. ഇതിൽ ആരുടെ ഭാഗത്താണ് ഇത്തരത്തിലൊരു പിഴവ് സംഭവിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ വ്യക്തതയില്ല. അതിന്റെ
വിശദാംശങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ ഷെഡ് കെട്ടിയ സമയം, അതുപോലെ തന്നെ ഈ കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതൊക്കെ പരിശോധിച്ച ശേഷം കൂടുതൽ നടപടിയെടുക്കും. നിലവിൽ ആരും ഇതിൽ പ്രതിയല്ല, വെറും ഒരു ബ്ലാങ്ക് FIR ആണുള്ളത്. അതിൽ ആരെയൊക്കെ ഇനി പ്രതി ചേർക്കണം, ഏതൊക്കെ ആളുകളെ ഇതിൽ പ്രതി ചേർക്കണം എന്നുള്ള കാര്യം നാളെ ശരി ഷമീർ, ഞാൻ ഷമീറിലേക്ക് മടങ്ങി എത്താം.